നാളെ തിരുവോണമാണ്, നാളെ നബിദിനമാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. സാധാരണഗതിയിൽ തിരുവോണവും നബിദിനവും ഒരുമിച്ച് വരാറില്ല. ഇത്തവണ ഒരുമിച്ച് വരുന്നു എന്നുള്ളത് ഏറ്റവും ശുഭോദർക്കമായ ഒരു കാര്യമാണ്. രണ്ട് നബിദിനത്തിന്റെയും ഓണത്തിന്റെയും സന്ദേശം ഒന്ന് തന്നെയാണ്. സാഹോദര്യത്തിൻ്റെതാണ്, സമത്വത്തിൻ്റെതാണ്, ത്യാഗത്തിൻ്റെതാണ്, സ്നേഹത്തിൻ്റെതാണ്. ഈ മഹത്തായ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളം മുഴുവൻ ഓണാഘോഷം കൊണ്ടാടുമ്പോൾ, നബിദിനം ആചരിക്കുമ്പോൾ നിങ്ങൾ ഈ സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ കാത്തിരിക്കുന്നു എന്നതാണ് വസ്തുത. 208 ദിവസം, നാളെ തിരുവോണമാകുമ്പോൾ 209 ദിവസം ഇവിടെ സമരം നടത്തുന്ന ആശാ വർക്കർമാരുടെ കണ്ണുനീര് കാണാൻ ഭരണകൂടത്തിന് സമയമില്ല. ഈ കണ്ണു തുറക്കാത്ത ദൈവങ്ങൾക്കെതിരെയാണ് നിങ്ങളുടെ സമരം. ഓണത്തിന് പോലും സ്വന്തം വീട്ടിൽ പോയി മക്കളോടൊപ്പം, കുടുംബാംഗങ്ങളോടൊപ്പം ഓണം ഉണ്ണാനുള്ള അവസരം നിങ്ങൾക്കുണ്ടായിട്ടില്ല. വാസ്തവത്തിൽ ഇത് കേരളത്തിന്റെ ചരിത്രത്തിലെ, അതാണ് ഞാൻ പറഞ്ഞത്, അപൂർവമായ ഒരവസരമാണ് എന്നുള്ളത്. നിങ്ങളെ അതിൽ വിഷമിക്കേണ്ട. ഇതിനെതിരായി കേരള ജനത നിങ്ങളോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഏത് ദിവസം വരെ വേണമെങ്കിലും, 1000 ദിവസം വരെ വേണമെങ്കിലും നിങ്ങൾ സമരം നടത്തിയാൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങളുടെ മനസ്സ് നിങ്ങളോടൊപ്പമാണ്. കേരള ജനതയുടെ വികാരങ്ങൾ നിങ്ങളോടൊപ്പമാണ്. ഇത്രയും ദിവസമായിട്ടും ഒന്ന് വിളിച്ച് ചർച്ച ചെയ്യാൻ കേരളത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിക്ക് സമയമില്ല. മണിപ്പൂരിൽ മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞിട്ട് പോകാൻ തയ്യാറാകാത്ത നരേന്ദ്രമോദിയും 208 ദിവസമായി സമരം ചെയ്യുന്ന നിങ്ങളെ വിളിക്കാൻ തയ്യാറാകാത്ത പിണറായി വിജയനും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? നൂറുകണക്കിന് ആളുകളാണ് മണിപ്പൂരിൽ ഈ സമരത്തിലൂടെയും അവിടെ നടന്ന സംഘർഷങ്ങളിലൂടെയും കൊലപ്പെട്ടത്. ഇപ്പോഴും അവിടെ സംഘർഷങ്ങൾ തുടരുന്നു. പക്ഷെ ഇന്ത്യയുടെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രിക്ക് ലോകം മുഴുവൻ പോകാം. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ മണിപ്പൂരിലെ പാവപ്പെട്ട ജനങ്ങളെ കാണാൻ സമയമില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി എല്ലാവരുമായി ചർച്ച നടത്തും. അദ്ദേഹം ഇന്നലെ ഓണവിരുന്ന് നടത്തി. നല്ല കാര്യം, അതിനൊന്നും നമ്മൾ ആരും എതിരല്ല. പക്ഷെ ഇവിടെ സമരം ചെയ്യുന്ന പാവപ്പെട്ട ആശാ വർക്കർമാരെ ഒന്ന് വിളിച്ച്, ഓണമല്ലേ, നിങ്ങളുടെ കാര്യം ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞ് അവരോട് ചർച്ച നടത്താൻ തയ്യാറാകാത്ത മനുഷ്യത്വരഹിതമായ പ്രവർത്തനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇത് ഒരു ഭരണാധികാരിക്കും ഭൂഷണമല്ല. നാട്ടിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഭരണകൂടങ്ങൾ. ആ ഭരണകൂടങ്ങൾ സാധുക്കളുടെയും പാവപ്പെട്ടവരുടെയും വികാരങ്ങൾ ഉൾക്കൊള്ളാതെ പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാത്തയാളെന്നുമല്ല ഒരു മുഖ്യമന്ത്രി. നിങ്ങളെ വിളിച്ച് ചർച്ച ചെയ്താൽ നിങ്ങളുടെ സമരം